ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 9ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠമായിട്ടുള്ള ചട്ട്പട്ട് ഓർ നട്ട്ഖട്ട് എന്ന് പറയുന്ന രമേശ് ഉപാധ്യായ എഴുതിയ സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ 9ാം ക്ലാസ്സിൽ ഏകദേശം ഓണം എക്സാം വരെയുള്ള പാഠഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് ഒരെണ്ണം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഇതിൽ ചട്ട്പട്ട് ഓർ നട്ട്ഖട്ട് എന്ന് പറയുന്ന രമേശ് ഉപാധ്യായ് എന്ന് പറയുന്ന റൈറ്ററുടെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. രമേശ് ഉപാധ്യായ का जन्म उत्तर प्रदेश में हुआ. അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലാണ്. വേ കഹാനി, ഉപന്യാസ്, നാടക്, നുക്കഡ് നാടക്, ആലോചന ആദി വിധാവും में सक्रिय रहे. അതായത് സ്റ്റോറി, ഉപന്യാസ്, നാടക, പിന്നെ ക്രിറ്റിസിസം അങ്ങനെ തുടങ്ങിയ രീതിയിലുള്ള രചനകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദണ്ഡദീപ്, ഹരേ ഫൂൽ കി ഖുശ്ബു, ശേഷ് ഇതിഹാസ് ആദി ഉൻകി പ്രമുഖ രചനായേം ഹെ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വേ ഗണേശ് ശങ്കർ വിദ്യാർത്ഥി പുരസ്കാർ സെ സമ്മാനിത് ഹെ. അദ്ദേഹത്തിന് കിട്ടിയ അവാർഡിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഗണേശ് ശങ്കർ വിദ്യാർത്ഥി പുരസ്കാർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് പോവാം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. ഓക്കെ, സോ സ്റ്റോറി തുടങ്ങുന്നത് എങ്ങനെയാണ്? ഏക് ദ ചട്ട്പട്ട്, ഏക് ദ നട്ട്ഖട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേരാണ് അവിടെ ഉള്ളത്. ചട്ട്പട്ട് എന്ന് പറയുന്ന ഒരു കുട്ടിയും നട്ട്ഖട്ട് എന്ന് പറയുന്ന ഒരു കുട്ടിയും. അവരുടെ പിക്ചറാണ് നമ്മൾ ഈ കാണുന്നത്. ചട്ട്പട്ട് ബഡാദ ഓർ നട്ട്ഖട്ട് ചോട്ട. അതിൽ മൂത്തയാൾ ചട്ട്പട്ടാണ്, എന്നാൽ ഇളയാളാണ് നട്ട്ഖട്ട്. ബഡാ കേവൽ 2 സാൽ ബഡാദ, ചോട്ട കേവൽ 2 സാൽ ചോട്ട. അതായത് വലിയ ആൾ വെറും 2 വയസ്സിന് മൂത്താണ്, അതുപോലെ തന്നെ ചെറിയ ആൾ 2 വയസ്സിന് ഇളയതാണ്. അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. അവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് 2 വർഷമാണ്. ദോനം സ്കൂൾ മേ പഠിത്തത്. അതായത് അവർ ചേട്ടനും അനിയനുമാണ്, രണ്ടുപേരും സ്കൂളിലാണ് പഠിക്കുന്നത്. ചട്ട്പട്ട് 5വീं में, നട്ട്ഖട്ട് 3री में. മൂത്തയാൾ 5ലും ഇളയാൾ 3ലും. हर से दोनों भाई साथ साथ स्कूल जाते और साथ साथ ही വാപ്പസ് ഹറാത്തെ. അതായത് വീട്ടിൽ നിന്ന് അവർ രണ്ടുപേരും ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത്, അതുപോലെ തന്നെ ഒരുമിച്ചാണ് തിരിച്ചു വരുന്നതും. വേ ഗാവ് മേ രഹത്തേത്. അവർ ഒരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി ദൂർ ദൂസരെ ഗാവ് മേ ദാ. അപ്പോൾ സ്കൂൾ അവരുടെ ഗ്രാമത്തിലല്ല, പകരം മറ്റൊരു ഗ്രാമത്തിലായിരുന്നു. ഓക്കെ, അതായത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. വഹാൻ തക് പൈദൽ ജാന പടുത്താ താ ഓർ പൈദൽ ഹി വാപ്പസ് ആന പടുത്താ താ. പൈദൽ ജാന എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നു പോവുക. അതായത് അവിടെ അങ്ങോട്ട് അവരെങ്ങനെയാണ് പോകുന്നത്? നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്, അതുപോലെ തന്നെ നടന്നാണ് തിരിച്ചു വരുന്നതും. ജാത്തേ സമയം രാസ്തേമേ ഉനെ കൈ ചീസേ മിൽത്തീതി. എന്താണ് ആ പോകുന്ന വഴിക്ക്, ആ വഴിയിൽ അവർ ഒത്തിരി കാര്യങ്ങൾ അവർ കാണുന്നുണ്ട്. പോഖർ, ബർഗദ്, ഖേത്ത്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോഖർ അതായത് ഒരു താലാബ്, ഒരു കുളം. ബർഗദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വടവൃക്ഷ അല്ലെങ്കിൽ ആൽമരം എന്നാണ് അതിൻ്റെ മീനിങ്. ഖേത്ത് എന്താണ് കൃഷി സ്ഥലം. ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഗീജ. നാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ജലപ്രവാഹം. ഓക്കെ, ഒരു അരുവി പോലെ. ഓക്കെ, നെക്സ്റ്റ് ആണ് നദി. ഇതൊക്കെ അവർ വഴിയിൽ കാണുന്നുണ്ട്. വാപ്പസ് ആനെ പർ ഭി രാസ്തേ മേ ഉനെ കൈ ചീസേ മിൽത്തി തി. നദി, നാല, ബാഗ്, ഖേത്ത്, ബർഗദ് ഓർ പോഖർ. അതായത് എന്താണ് അങ്ങോട്ട് പോകുമ്പോഴും ഇതൊക്കെ തന്നെയാണ് കാണുന്നത്, തിരിച്ചു വരുമ്പോഴും ഇതൊക്കെ തന്നെയാണ് ആ കുട്ടികൾ കാണുന്നത്. ചട്ട്പട്ട് തേസ് തേസ് ചൽത്താത. അടുത്തതാണ് മൂത്തയാൾ വളരെ സ്പീഡിലാണ് നടക്കുന്നത്. നട്ട്ഖട്ട് ധീരെ ധീരെ. നട്ട്ഖട്ട് എങ്ങനെയാണ്? പതിയെ പതിയെ. അതായത് ചട്ട്പട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്യുന്ന ഒരാൾ. നട്ട്ഖട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുസൃതിയായിട്ടുള്ള ഒരാളെ സൂചിപ്പിക്കാനാണ്. അപ്പോൾ ചട്ട്പട്ടാണ് മൂത്തയാൾ, നട്ട്ഖട്ടാണ് കുറച്ച് കുസൃതിയുള്ള ആ ഒരു ഇളയാൾ. ചട്ട്പട്ട് ബർഗദ് തക് പഹുഞ്ചാത്ത തബ് തക് നട്ട്ഖട്ട് പോക്കർ തക് ഹി പഹുഞ്ച ഹോത്ത. അതായത് ചട്ട്പട്ട് പെട്ടെന്ന് പോയിട്ട് ആ ബർഗദ് അല്ലെങ്കിൽ ആ വലിയ വൃക്ഷത്തിൻ്റെ അടുത്ത് എത്തിയാൽ പോലും നട്ട്ഖട്ട് എന്താണ് പോക്കർ അല്ലെങ്കിൽ ആ ചെറിയ കുളത്തിനടുത്ത് വരെ എത്തുകയുള്ളൂ. കാരണം നമ്മളിവിടെ നോക്കിയാൽ അറിയാം, പോക്കർ, ബർഗദ് അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ വരുന്നത് തന്നെ. അപ്പോൾ അവർ ബർഗദിൻ്റെ അടുത്ത് ചട്ട്പട്ട് എത്തിയാലും എന്താണ് നട്ട്ഖട്ട് അവിടെ എത്തൂല, കുറേ പുറകിലായിരിക്കും. ചട്ട്പട്ട് ബാഗ് തക് പഹുഞ്ചാത്ത തബ് തക് നട്ട്ഖട്ട് ഹേത്ത് തക് ഹി പഹുഞ്ചാ ഹോത്ത. അപ്പോൾ എന്താണ് ചട്ട്പട്ട് ആ ബഗീജ അല്ലെങ്കിൽ പൂന്തോട്ടത്തിൽ എത്തിയാലും നട്ട്ഖട്ട് എവിടെ എത്തും? ആ ഹേത്ത് അല്ലെങ്കിൽ ആ കൃഷി സ്ഥലത്ത് എത്തുകയേ ഉള്ളൂ. ചട്ട്പട്ട് നദി തക് പഹുഞ്ച് ജാത്ത തബ് തക് നട്ട്ഖട്ട് നാലേ തക് ഹി പഹുഞ്ചാ ഹോത്ത. അപ്പോൾ എന്താണ് ചട്ട്പട്ട് നദിയിലെത്തിയാലും നട്ട്ഖട്ട് നാല അല്ലെങ്കിൽ ആ ചെറിയ അരുവിയുടെ അടുത്ത് വരെ എത്തുള്ളൂ. ബാക്കി ഹിദായത് ദി കി ചട്ട്പട്ട് കോ ചോട്ടെ ഭായി കാ ധ്യാൻ രഖ്നാ ഹെ. അപ്പോൾ അമ്മ കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ് മൂത്തയാളെ ഇളയാളെ ശ്രദ്ധിക്കണം. അതായത് ചട്ട്പട്ടിനോട് പറഞ്ഞിട്ടുണ്ട് നട്ട്ഖട്ടിനെ ശ്രദ്ധിക്കണം.
നട്ട്ഖട്ട് കോ അപ്നെ സാഥി രഹനാ ഹെ. എന്താണ് നട്ട്ഖട്ടിന് അവരുടെ ഒപ്പം എന്താണ് സാഥി രഖ്നാ ഹെ, എന്താണ് ആ ഇളയ ആളെ എപ്പോഴും തൻ്റെ ഒപ്പം കൂട്ടണം. നെക്സ്റ്റിലേക്ക് പോകാം. ഇസ്ലിയെ ചട്ട്പട്ട് കോ ആകെ നിക്കൽ ജാനെ പർ പീछे മുട്ട്കർ ദേഖ്ന പഡ്താ. അതുകൊണ്ട് തന്നെ ചട്ട്പട്ട് എന്താണ് ആകെ നിക്കൽ ജാനെ പർ, അപ്പോൾ മുന്നോട്ട് നടന്നു പോയാൽ എന്താണ് എപ്പോഴും പുറകോട്ട് നോക്കുക, അതായത് നട്ട്ഖട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കും. ഉന്നെ നട്ട്ഖട്ട് കോ പുക്കാർക്കർ ജൽദി ചലനേക്ക് ലിയെ കഹന പഡ്താ. അപ്പോൾ എന്താണ് നട്ട്ഖട്ടിനെ വിളിച്ചിട്ട് വേഗം വരാനായിട്ട് ചട്ട്പട്ട് പറയും. ഓക്കെ, കാരണം ഒത്തിരി പുറകിലായിരിക്കും. ബാർ ബാർ രുക്ക് കർ നട്ട്ഖട്ട് കാ ഇന്തസാർ കർനാ പഡ്താ. അപ്പോൾ എന്താണ് മൂത്തയാൾക്ക് പല പ്രാവശ്യം കുറേ നേരം ഇളയാളെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ടൊക്കെ വരുന്നു. കബി സ്കൂൾ ജാനെ കെ ലിയെ ദേരി ഹോത്തി ദേ നട്ട്ഖട്ട് കാ ഹാത്ത് പകഡ് കർ അപ്പനെ സാത്ത് ദൗഡ്നാ ഭി പഡ്താ. അപ്പോൾ എന്താണ് നട്ട്ഖട്ട് ഇങ്ങനെ പതിയെ പതിയെ വരുന്ന കാരണം സ്കൂളിലെത്താനൊക്കെ താമസിക്കും. അപ്പം നട്ട്ഖട്ടിൻ്റെ കൈ പിടിച്ചുകൊണ്ട് വഴിയിൽ ഓടേണ്ടയും വരും. ചട്ട്പട്ട് പരേശാൻ ഹോ ജാത്ത ഓർ ഹർ ലൗട്ട്കർ മാസെ ശിക്കായത്ത് കർത്ത. ലാസ്റ്റ് എന്താണ് ചട്ട്പട്ട് മടുത്തു, ഈ ഇളയ ആളെ കൊണ്ട് മടുത്തു കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി അമ്മയുടെ അടുത്ത് പരാതി പറഞ്ഞു. അപ്പോൾ മാ ചോട്ടാ ബഹുത് പരേശാൻ കർത്താ ഹെ, എന്താണ് ഇളയാൾ വളരെയധികം ശല്യം ചെയ്യുന്നുണ്ട്. ചോട്ടാ ഹേന മാ മുസ്കുരാതെത്തി, എന്താ ഇളയാളല്ലേ. ഓർ ബഡേക്കോത്ത് ചോട്ടേക്കാ ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹെ, എന്താണ് മൂത്തയാൾ ഇളയാളെ ശ്രദ്ധിക്കണം. ഓക്കെ, और बड़े को तो छोटे का ध्यान रखना ही पड़ता है. माँ के इस कदम से आप क्या समझते हैं? എന്താണ് ഈ അമ്മ ഇത് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? മൂത്തയാൾ അതൊരു റെസ്പോൺസിബിലിറ്റി ആണത്. ഇപ്പം നമുക്ക് അറിയാം ചേട്ടനാണെങ്കിൽ അനിയനെ ശ്രദ്ധിക്കും. ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ എന്താണ് അങ്ങനെ പല കുട്ടികൾ എന്താണ് ചേട്ടനും അനിയനൊക്കെ ഒരുമിച്ച് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇളയാളെ ശ്രദ്ധിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി മൂത്തയാൾക്ക് ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി റിമൈനിങ് പാർട്ട് നമ്മൾ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.